ഉദ്യോഗസ്ഥരുടെ എത്തിയിട്ടുണ്ട്. GPS സിഗ്നൽ കിട്ടുന്നില്ല എന്ന് MVD ആണ് ഇപ്പോൾ പറയുന്നത് എന്ന് തോന്നുന്നു. എന്താണെങ്കിലും വലിയ ദൗത്യമാണ് മുന്നിലുള്ളത്, വലിയ പ്രയത്നമാണ് മുന്നിലുള്ളത്. അർജുന് വേണ്ടി അർജുൻ മാത്രമല്ല, മറ്റ് പല കുടുംബാംഗങ്ങളും അവിടെ ഉണ്ട്. അത് നമ്മൾ മലയാളികൾ അർജുനെ കാക്കുന്നു, ഒരു നാട് മുഴുവൻ അർജുനെ കാത്ത് ഷിരൂരിലേക്ക് ഉറ്റുനോക്കുകയാണ്. ന്യൂസ് 18 സംഘവും അവിടെ ഇന്നലെ തന്നെ എത്തിയിരുന്നു. KV ബൈജു അവിടെ ഉണ്ട്. ബൈജു തുടരുന്നുണ്ട്. ബൈജു, ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതിനിധികൾ, ഉദ്യോഗസ്ഥരുടെയൊക്കെ വാക്കുകളൊക്കെ നേരിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും പ്രതീക്ഷയുടെ ഒരു നേരിയ നൂല് അത് നിലനിൽക്കുന്നു. അർജുൻ്റെ തിരിച്ചുവരവിനായി എന്താണ് അവിടെ ഈ പ്രദേശവാസികളൊക്കെ പറയുന്നത്? എന്താണ് സാഹചര്യത്തെ പറ്റി എന്താണ് വിശദീകരിക്കുന്നത്? ഓക്കെ, അവിടെ സഹോദരനോടെ വീണ്ടും പ്രതികരിക്കുകയാണെന്ന് തോന്നുന്നു. നമുക്ക് അതിനുശേഷം ബൈജുലേക്ക് കാസർഗോഡ് നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘാംഗങ്ങൾ അവിടെ അർജുന്റെ സഹോദരനാണത്. നേരത്തെ സംസാരിച്ചിരുന്നു. അർജുന്റെ സഹോദരനോടൊക്കെ സംസാരിക്കുകയാണത്. കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ് അവർ തോന്നുന്നു. ബൈജു, എന്താണ് ഇവർക്കും അവരെയും ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള സാഹചര്യമില്ലേ? കർണാടക പോലീസ് അവരെയും തടയുന്നുണ്ടോ ബൈജു? നിലവിൽ അവരെ കയറ്റി വിട്ടിട്ടില്ല. ഇപ്പോൾ അവർ അതിന്റെ അനുവാദം വാങ്ങി അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. ഏതായാലും അവർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരത്തിൽ മണ്ണ് ഇനിയും കൂടുതൽ ഇവിടെ ഈ സ്ഥലത്ത് ഉണ്ട്, അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. എന്തായാലും അത് നീക്കം ചെയ്താൽ മാത്രമേ ഇതിനൊരു സ്ഥിരീകരണം ഉണ്ടാവൂ എന്നാണ് അവർ പറയുന്നത്. എന്തായാലും GPS സംവിധാനം ഇപ്പോൾ പൂർണ്ണമായും ലഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ എഞ്ചിൻ ഓഫ് ആയ ഒരു സാഹചര്യവും ഉണ്ട് എന്ന് തന്നെയാണ് അവർ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഏതായാലും അവരുടെ സംഘം, അത് കാസർഗോഡ് നിന്നുള്ള മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പ്രത്യേക സംഘമാണ്. അത് ഇന്നലത്തെ ഇടപെടലിലൂടെ തന്നെ കേരളത്തിൽ നിന്നുള്ള സംഘം എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ എത്തിയിരിക്കുന്നതും. എൽദോ, ഓക്കെ, എന്താണെങ്കിലും അവിടെ ഉള്ളിലേക്ക് അവർക്ക് പ്രവേശനം നൽകുമെന്ന് പ്രതീക്ഷിക്കാം. അവരുടെ ആശങ്ക പരിഹരിക്കേണ്ടതുണ്ടല്ലോ. കാണാൻ കഴിയുന്നല്ലേ, കേരളത്തിൽ നിന്നുള്ള MVD സംഘാംഗങ്ങളാണ് അവിടെ ഷിരൂരിലെത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു അവരെ അങ്ങോട്ട് പ്രവേശിപ്പിക്കാനുള്ള അനുമതി ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും MVDയുടെ വാഹനം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഷിരൂരിൽ നിന്നുള്ള ആശങ്കയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. രാവിലെ തന്നെ സങ്കടകരമായിട്ടുള്ള വാർത്തകളാണല്ലോ എന്ന്. പക്ഷേ നമുക്കത് നൽകാതിരിക്കുക പ്രയാസകരമാണ്. നമ്മൾ അത്രയും പ്രതീക്ഷയോടെ ഉറ്റുനോക്കുകയാണ് അർജുൻ്റെ മടങ്ങി വരവിനായി. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ സംഘാംഗങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെന്ന്. ബൈജു, അത് അവർ പോകുന്നത് എങ്ങോട്ടാണ്? തിരികെ പോയതാണോ അതോ ആ പ്രദേശത്തേക്ക് നീങ്ങിയതാണോ? എൽദോ, അവർ ഇപ്പോൾ പറഞ്ഞത് അല്പസമയത്തിന് ജില്ലാ പോലീസ് മേധാവി ഇവിടെ എത്തുന്നുണ്ട്. അതിനുശേഷം SP-യുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഈ സംഭവ സ്ഥലത്തേക്ക് പോകാനാണ് അവർ തീരുമാനിച്ചിട്ടുള്ളത്. ആ രീതിയിൽ അവർ തടഞ്ഞ ഒരു സാഹചര്യമില്ല, അവർക്ക് അകത്തേക്ക് പ്രവേശനമുണ്ട്. പക്ഷേ SP കൂടി വന്ന് അദ്ദേഹത്തോട് ഇത്തരത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഈ അകത്ത് കയറാതെ ഇവിടുന്ന് തന്നെ തിരിച്ചു പോയത്. അല്പസമയത്തിനകം തന്നെ അവർ വീണ്ടും എത്തും. ജില്ലാ പോലീസ് മേധാവിയും അല്പസമയത്തിനകം എത്തുന്നതാണ് പറഞ്ഞത്. കൂടുതൽ നമുക്ക് വാഹനങ്ങൾ കാണാം. ഇത്തരത്തിൽ ഈ സംവിധാനങ്ങൾ ഇന്ന് ഏതായാലും കൂടുതൽ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അത് കുടുംബവും പറയുന്നുണ്ട്. ഇന്ന് ഒരു പ്രതീക്ഷയുണ്ട് ഇന്നത്തെ തെരച്ചിൽ എന്നത് കുടുംബവും പറയുന്നുണ്ടല്ലോ. ആ പ്രതീക്ഷ, അതാണ് ആ നൂൽപ്പാലം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രതീക്ഷയുടെ ഒരു നേരിയ നൂലതാണ്. എന്താണെങ്കിലും തെരച്ചിൽ അത് ഊർജിതമാക്കുന്നുണ്ട്. ഈ ഊർജിത നീക്കം, ഊർജിത ശ്രമങ്ങൾ, നടപടികളൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ വേണമായിരുന്നു. അല്പം ഇത്രയും താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും അർജുനായുള്ള കാത്തിരിപ്പ് അത് തുടരുന്നു. അവിടെ ഷിരൂരിൽ ആ മണ്ണിനടിയിൽ ഒരു ബെൻസ് കാറ് ഉൾപ്പെടെ ഉണ്ട്, അർജുൻ്റെ ലോറി, അങ്ങനെ നിരവധിയായിട്ടുള്ള വാഹനങ്ങളുണ്ട് എന്ന് പ്രദേശവാസികൾ പറയുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി കണക്കിലാക്കണം. അത്രയും മാത്രം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട്. റൈറ്റ്, ഞാൻ അർജുൻ്റെ സഹോദരി ഇപ്പോൾ നമ്മോടൊപ്പം ഉണ്ട്. വീട്ടിലേക്ക് അപ്ഡേഷൻസ് എന്തെങ്കിലും തരുന്നുണ്ടോ ഈ അവിടുത്തെ തെരച്ചിൽ സംബന്ധിച്ച്?